നമസ്കാരം. ITR ഫയൽ ചെയ്യാനുള്ള സമയപരിധി അവസാനിച്ചു. സെപ്റ്റംബർ 15 ആയിരുന്നു. ഒരു ദിവസം കൂടി നമുക്ക് എക്സ്റ്റൻഷൻ കിട്ടി. അങ്ങനെ സെപ്റ്റംബർ 16 ആയിരുന്നു ITR ഫയൽ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ചിലർക്ക് ഫയലിംഗ് സമയത്ത് അധികമായി ചില തുക അടയ്ക്കേണ്ടി വന്നിട്ടുണ്ടാകും. മറ്റു ചിലർക്ക് റീഫണ്ട് ആയിരിക്കും വന്നിട്ടുണ്ടാകുക. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടാനിടയുള്ള റീഫണ്ടിനേക്കാൾ കൂടുതൽ എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുള്ളവരും, അതുപോലെ തന്നെ ITR ഫയൽ ചെയ്തിട്ട് കുറേ ദിവസങ്ങളായിട്ടും നമുക്ക് കിട്ടാനുള്ള റീഫണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടില്ലാത്തവരും ഒക്കെ ഉണ്ട്. എന്തായാലും എല്ലാവരും ITR പോർട്ടലിൽ കയറി അവരവരുടെ റീഫണ്ട് സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. നമ്മളറിയാതെ ഏതെങ്കിലും തുക നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയണമല്ലോ. അങ്ങനെയാണെങ്കിൽ ആ തുകയ്ക്കുള്ള ഇൻട്രസ്റ്റ് കൂടി അടുത്ത പ്രാവശ്യം നമ്മൾ ITR ഫയൽ ചെയ്യുമ്പോൾ നമ്മുടെ ഇൻകത്തിൽ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തന്നെ ഈ പറഞ്ഞതുപോലെ ITRൻ്റെ പോർട്ടൽ കയറി അവരുടെ സ്റ്റാറ്റസ് ഒന്ന് നോക്കണം. അവിടെ നമുക്ക് ആക്ച്വൽ റീഫണ്ട് എത്രയാണ് വന്നതെന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതും ITR ഡിപ്പാർട്ട്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തതും തമ്മിൽ എന്തെങ്കിലും മിസ്മാച്ച് വന്നിട്ടുണ്ടോ എന്നും, അഥവാ റീഫണ്ടിന് കാലതാമസം വന്നിട്ടുണ്ടെങ്കിൽ എന്താകാം ആ കാരണമെന്നുമൊക്കെ കാണാൻ കഴിയും. മിക്കവാറും പേർ ഇതിനകം ഇതൊക്കെ പരിശോധിച്ച് കാണുമെന്നറിയാം. എങ്കിലും ഇതുവരെ ഇത് പരിശോധിച്ചിട്ടില്ലാത്തവർക്ക് ഇത് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഏവർക്കും വർക്കിംഗ് ക്ലാസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ITR പോർട്ടലിൽ ലോഗിൻ ചെയ്യുകയാണ്. നമ്മുടെ യൂസർ ID അഥവാ പാൻ നമ്പർ കൊടുത്തു, പാസ്വേഡ് എൻ്റർ ചെയ്തു, നമ്മൾ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇവിടെയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എന്ത്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതും IT ഡിപ്പാർട്ട്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തതും തമ്മിൽ എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടോ എന്ന്. അതിനായി IT പോർട്ടലിൻ്റെ ഡാഷ്ബോർഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഫയലിൽ ഇൻകം ടാക്സ് റിട്ടേൺസ്, വ്യൂ ഫയൽഡ് റിട്ടേൺസ് സെലക്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഫയൽ ചെയ്ത റിട്ടേൺ നമുക്ക് കാണാൻ കഴിയും. ഇതാണ് നമ്മൾ ഫയൽ ചെയ്തിരിക്കുന്നത്. ഏറ്റവും ലാസ്റ്റിൽ ഫയൽ ചെയ്തത് അസസ്മെൻറ്റ് ഇയർ 2025-26. ഇത് അണ്ടർ പ്രോസസ്സിംഗ് ആയിരുന്നു. ഓഗസ്റ്റ് 24 അപ്പോൾ നമ്മുടെ പ്രോസസ്സിംഗ് വളരെ എളുപ്പം നടന്നു. നമ്മൾ 24 അത് പ്രോസസ്സ് ചെയ്യാൻ കൊടുത്തു. 24 തന്നെ അത് പ്രോസസ്സ് ചെയ്തു. 26 തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് IT ഡിപ്പാർട്ട്മെൻറ്റ് ഈ റീഫണ്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് അയച്ച ഒരു ഇൻറ്റിമേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യുകയാണ്. ഇതാണ് ഇൻറ്റിമേഷൻ. ഡൗൺലോഡ് ഇൻറ്റിമേഷൻ ഓർഡർ ഡേറ്റഡ് ഓഗസ്റ്റ് 24, 2025 നമുക്ക് അയച്ച ഇൻറ്റിമേഷനാണ്. നമ്മളൊന്ന് ഡൗൺലോഡ് ചെയ്യുന്നു. അതിവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുന്നതിനൊരു പാസ്വേഡ് ഉണ്ട്. ആ പാസ്വേഡ് കൊടുത്ത് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ആ പാസ്വേഡ് എന്ന് പറയുന്നത് നമ്മുടെ പാൻ നമ്പറും അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും സ്പേസ് ഇല്ലാതെ ചേർത്ത് എഴുതുക. ഇടയ്ക്കുള്ള ഒരു സയൻസും വേണ്ട, ഡേറ്റ് തിരിക്കുന്നതിനുള്ള സയൻസ് ഒന്നും വേണ്ട. അതുപോലെ തന്നെ പാൻ നമ്പർ എപ്പോഴും സ്മോൾ ലെറ്ററിലായിരിക്കണം. നമ്മുടെ പാൻ നമ്പർ ക്യാപിറ്റൽ ലെറ്ററിലാണ് സാധാരണ എൻ്റർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ പാസ്വേഡിന് സ്മോൾ ലെറ്ററിൽ പാൻ നമ്പറും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് വിത്തൗട്ട് എനി സയൻസ് ഇൻ ബിറ്റ്വീൻ ദ ഡേറ്റ്സ് ആൻഡ് ഇയർ. ഓക്കെ, നമുക്കത് ചെയ്യാം. അപ്പോൾ ഞാൻ ആ ഇൻറ്റിമേഷൻ പേജ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നോക്കുക, ആദ്യം ഹിന്ദിയിലാണിത് കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഹിന്ദി അറിയില്ല എന്ന് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്നു. മൊത്തം 8 പേജാണ്. അതിൽ ആദ്യത്തെ 4 പേജ് ഹിന്ദിയിലും അതിനുശേഷം ഇംഗ്ലീഷിലുമാണ്. നമുക്ക് ഇംഗ്ലീഷിലുള്ള പേജിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ആ ഇംഗ്ലീഷ് പേജ്. ഇവിടെ ഇൻറ്റിമേഷൻ അണ്ടർ സെക്ഷൻ 143(1) നമുക്ക് കാണാൻ കഴിയും. ആളിൻ്റെ പേര്, അഡ്രസ്സ്, മറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. അസസ്മെൻറ്റ് ഇയർ, അക്നോളജ്മെൻറ്റ് നമ്പർ. ഇവിടെ നമുക്ക് റീഫണ്ട് ഉണ്ടെങ്കിൽ ഗ്രീൻ കളറിൽ യു ഹാവ് എ റീഫണ്ട് ഫോർ അസസ്മെൻറ്റ് ഇയർ 25-26 എന്ന് കാണാം. ഇനിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എമൗണ്ട് എത്രയാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ നോക്കുക, നമ്മുടെ കാൽക്കുലേഷൻ ഇത് ആസ് പ്രൊവൈഡഡ് ബൈ ടാക്സ് പെയർ ആണ്. ഇത് ആസ് കമ്പ്യൂട്ടഡ് ബൈ IT ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നമുക്കിവിടെ നോക്കാം, നമ്മുടെ ടോട്ടൽ ഇൻകം എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത് കറക്റ്റാണ്. നമ്മൾ ചെയ്ത് തന്നെയാണ് ITDയും കണക്ക് കൂട്ടിയിരിക്കുന്നത്. ഇവിടെ ടാക്സ് അടച്ചിരിക്കുന്ന എമൗണ്ട് ഇവിടെ കറക്റ്റാണ്. ഇത് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. എന്നാൽ റീഫണ്ട് ഡീറ്റെയിൽസിൽ ഒരു ചെറിയ വ്യത്യാസം. ഇവിടെ നമുക്ക് ഉള്ളതിനേക്കാൾ ഒരല്പം തുക ഇവിടെ കൂടുതലാണ്. അതിന് കാരണമായി പറയുന്നത് ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ് ആണ്. നമുക്കൊരു ഇൻട്രസ്റ്റ് കൂടി ചേർന്ന് ഈ തുകയാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ എമൗണ്ട് ഇതായിരുന്നു. എന്നാൽ ഇവിടെ നമുക്ക് എമൗണ്ട് കൂടുതലാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിരിക്കുന്നത്. ഇത് മനസ്സിലായല്ലോ. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇവിടെ ഈ റീഫണ്ട് എമൗണ്ട് കാണിക്കാറുണ്ട്. എന്നാൽ ഇത് ബാങ്കിലേക്ക് വരാറില്ല. അപ്പോൾ മനസ്സിലാക്കുക, റീഫണ്ട് അക്നോളജ്മെൻറ്റിലുണ്ട്, എന്നാൽ ബാങ്കിൽ ഇത് എത്തിയിട്ടില്ല. അപ്പോൾ സാധാരണഗതിയിൽ എല്ലാവർക്കും അറിയാം എനിക്ക് റീഫണ്ട് ഉണ്ട്, അത് ബാങ്കിൽ എത്തിയിട്ടുണ്ട് എന്നറിയാം. എന്നാൽ ചിലർ ഇതിനെപ്പറ്റി ശ്രദ്ധിക്കാറില്ല. ബാങ്കിൽ ഇത് എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. അങ്ങനെയുള്ളവർ ബാങ്കിൽ ഇത് എത്താത്തതിൻ്റെ കാരണം അന്വേഷിക്കണം. അപ്പോൾ ചില പ്രത്യേക കാരണങ്ങളുണ്ട് ഇത് എത്താതിരിക്കുന്നതിന്.
അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ലിങ്ക്ഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ക്രെഡിറ്റ് ആവില്ല. അക്നോളജ്മെൻ്റ് ഒക്കെ വരും നമ്മുടെ പൈസ ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്ന്, പക്ഷേ നമ്മുടെ ബാങ്കിൽ ആ തുക വന്ന് കിടപ്പില്ല. ബാങ്കിലേക്ക് തുക എത്തണമെങ്കിൽ നമ്മുടെ പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ലിങ്ക്ഡ് ആയിരിക്കണം. മറ്റൊരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് പ്രീ വാലിഡേറ്റഡ് അല്ല എങ്കിൽ റീഫണ്ട് വരില്ല. പ്രീ വാലിഡേറ്റ് ചെയ്യാനുള്ള സൗകര്യം നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ പേജിൽ തന്നെ ബാങ്ക് അക്കൗണ്ട് വാലിഡേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. അവിടെ അത് വാലിഡേറ്റ് ചെയ്യാതെയാണ് നമ്മൾ IT റിട്ടേൺ ഫയൽ ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മുടെ റീഫണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരില്ല. ബാങ്കിൻ്റെ പാസ്ബുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഈ എമൗണ്ട് വന്നതായിട്ട് കാണാൻ കഴിയില്ല. മറ്റൊരു കാരണം പേരാണ്. ഇനിഷ്യലുകൾ ഉണ്ടാവില്ല, ചില സർനെയിംസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിലെ അക്കൗണ്ടിൽ ചില സർനെയിംസ് അധികമായിട്ടുണ്ടാകും, എന്നാൽ പാൻ കാർഡിൽ അതുണ്ടാവില്ല. ആ രീതിയിൽ പേരിലുള്ള മിസ്മാച്ച് ഉണ്ടെങ്കിലും അക്കൗണ്ടിലേക്ക് പൈസ ക്രെഡിറ്റ് ആവില്ല. അതുപോലെ തന്നെ ബാങ്കിൻ്റെ IFSC കോഡ്, അത് നമുക്കറിയാമല്ലോ. IFSC കോഡ് കൃത്യമല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരിക്കലും പൈസ വരില്ല. അപ്പോൾ അത് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ITRൽ കാണിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം വാലിഡേറ്റ് ചെയ്തായിട്ട് കൊടുക്കുന്ന ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, ആ ബാങ്ക് അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആയിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരില്ല. പിന്നുള്ളൊരു കാരണം, മുൻ വർഷങ്ങളിൽ ഏതെങ്കിലും ഒരു ടാക്സ് പെൻഡിങ് ഉണ്ടെങ്കിൽ, മുൻ വർഷങ്ങളിൽ നമ്മൾ അടയ്ക്കേണ്ടിയിരുന്ന, നമ്മൾ അധികമായിട്ട് അടയ്ക്കേണ്ട തുക നമ്മൾ അടച്ചിട്ടില്ല, അപ്പോൾ അത് പെൻഡിങ് ആയിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ പെൻഡിങ് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ പുതിയ ഇയറിലെ റീഫണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവില്ല. ഇങ്ങനെ അക്നോളജ്മെൻറ്റിൽ നമുക്ക് റീഫണ്ട് വന്നിട്ടുള്ളതായി കാണിക്കുകയും എന്നാൽ ഈ തുക നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാതിരിക്കുകയും ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ റീഫണ്ട് സ്റ്റാറ്റസ് ITR പോർട്ടലിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിൻ്റെ വിവരങ്ങൾ എഴുതിയെടുത്തതിന് ശേഷം അത് നമ്മുടെ ബാങ്കിൽ സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ സർവീസസിൽ ആദ്യം തന്നെ കാണാം നോ യുവർ റീഫണ്ട് സ്റ്റാറ്റസ്. ഇത് നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ റീഫണ്ട് ആയിട്ടുണ്ട് എന്ന് നമ്മുടെ അക്നോളജ്മെൻറ്റിൽ പറയുകയും എന്നാൽ നമ്മുടെ ബാങ്കിലേക്ക് വരാതിരിക്കുകയും ചെയ്താൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ സർവീസസിൽ ചെല്ലുക, നോ യുവർ റീഫണ്ട് സ്റ്റാറ്റസ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മുടെ പാൻ നമ്പർ ഉണ്ടാകും. ഏത് അസസ്മെൻറ്റ് ഇയർ ആണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. ഞാൻ 25-26 സെലക്ട് ചെയ്തു, സബ്മിറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ സ്റ്റാറ്റസ് ഓഫ് ഇൻകം ടാക്സ് റീഫണ്ട് നമുക്ക് കാണാൻ കഴിയും. സ്റ്റാറ്റസ് എന്താണ്? യുവർ റീഫണ്ട് ഹാസ് ബീൻ പ്രോസസ്ഡ് ബൈ ദ റീഫണ്ട് ബാങ്കർ. ഇവിടെ SBI ആണ്. ഓൺ 26/2025 ഓഗസ്റ്റ്. ഈ UTR നമ്പർ നോക്കുക. നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ പോയിട്ടുള്ളത് ഈ UTR നമ്പർ പ്രകാരമാണ്. അപ്പോൾ ഈ UTR നമ്പർ നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഡേറ്റ് ഓഫ് സ്റ്റാറ്റസ് 26 ഓഗസ്റ്റ് 2025 ആണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ നോക്കുക. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ദ കറണ്ട് റീഫണ്ട് സ്റ്റാറ്റസ് ഈസ് പെയ്ഡ്, ദാറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു ദ ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ബാങ്കിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഹൗവർ ഈഫ് ദ റീഫണ്ട് എമൗണ്ട് ഈസ് നോട്ട് ക്രെഡിറ്റഡ്, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ക്രെഡിറ്റ് ആയിട്ടില്ലെങ്കിൽ, പ്ലീസ് കോൺടാക്ട് യുവർ ബാങ്ക് ബ്രാഞ്ച് റെഫറിംഗ് എബോവ് UTR നമ്പർ ടു റെക്ടിഫൈ ദ എറർ. അപ്പോൾ ഈ എറർ റെക്ടിഫൈ ചെയ്യുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ UTR നമ്പർ നോട്ട് ചെയ്തിട്ട് ഇതെവിടെ കൊടുക്കണം? നമ്മുടെ ബാങ്കിൽ കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഈയിടെയായി ഒട്ടനവധി സൈബർ തട്ടിപ്പുകൾ നടന്നു വരുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലും ഇങ്ങനെ ഒട്ടനവധി ഫ്രോഡായിട്ടുള്ള ലിങ്കുകൾ നിങ്ങൾക്ക് ഇമെയിൽ വഴിയോ SMS വഴിയോ ഒക്കെ വന്നേക്കാം. എന്താണ് അതിൽ പറയുന്നത്? നിങ്ങളുടെ റീഫണ്ട് സ്റ്റാറ്റസ് കിട്ടിയില്ലേ, നിങ്ങൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ എന്നൊക്കെയാണ് പറയുന്നത്. ഒരു കാര്യം ആദ്യമേ പറയാം, IT ഡിപ്പാർട്ട്മെൻറ്റ് ഒരിക്കലും നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരാറില്ല. നിങ്ങൾക്ക് ഇൻറ്റിമേഷൻസ് തരും, അല്ലാതെ നിങ്ങൾ ഇന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ റീഫണ്ട് സ്റ്റാറ്റസ് അറിയാൻ കഴിയും എന്നൊക്കെ വരുന്ന ഫ്രോഡ് മെസ്സേജസ് വരും. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലുള്ള മുഴുവൻ തുകയും അവർ കൊണ്ടുപോയിരിക്കും. IT ഡിപ്പാർട്ട്മെൻറ്റ് ഒരിക്കലും നമുക്ക് ലിങ്കുകൾ അയക്കാറില്ല എന്ന് മനസ്സിലാക്കുക. അക്ഷരാർത്ഥത്തിൽ ഈ പഠിച്ച കള്ളന്മാർ, അതായത് പഠിച്ച കള്ളന്മാർ എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ തന്നെയാണ്. കാരണം ഇവരിതെല്ലാം പഠിച്ചിട്ടാണല്ലോ നമ്മളെ ഈ ലിങ്കുകളിലെല്ലാം ആകർഷിപ്പിക്കുന്നത്. അപ്പോൾ ആ ലിങ്കുകൾ ടച്ച് ചെയ്യാതിരിക്കുക, ആ ലിങ്കുകൾ ഓപ്പൺ ചെയ്യാതിരിക്കുക, ആരും അവരുടെ കെണിയിൽ വീഴാതെ സൂക്ഷിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. കൂടുതൽ ആൾക്കാർ ഈ വിവരങ്ങൾ അറിയട്ടെ, ഒന്ന് ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്